ഇന്നൊരു ഹെൽത്തി ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചെറുപയറാണ്. ചെറുപയർ അല്ലെങ്കിൽ തന്നെ ഗുണമാണ്. മുളപ്പിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഗുണം ഇരട്ടിക്കും. അതിൻ്റെ കൂടെ കുറച്ച് റാഗി പൗഡറും കൂടി ചേർത്ത് സവാള, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കും. അരച്ചെടുത്തിട്ട് അത് അപ്പം തന്നെ ഉണ്ടാക്കും. വച്ചേക്കൊന്നും വേണ്ട, പുളിക്കൊന്നും വേണ്ട, അപ്പം തന്നെ ഉണ്ടാക്കാം. ചെറുപയർ നമ്മൾ വെള്ളത്തിൽ ഒരു ദിവസം വെള്ളത്തിൽ ഇപ്പോൾ വൈകുന്നേരം വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയാണെങ്കിൽ രാവിലെ തന്നെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഒരു തുണിയിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിലിട്ട് കുറച്ച് തുറന്ന് വയ്ക്കാം. അത് കാറ്റ് കിടക്കാൻ പാകത്തിന്. അത് വൈകുന്നേരം ആകുമ്പോഴേക്കും മുളച്ചോളും. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ച് വയ്ക്കാം. ആവശ്യത്തിന് കുറേശ്ശെ എടുത്ത് ഉപയോഗിക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. റാഗി പൗഡർ കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. ആവശ്യത്തിന് മതി. ഉപ്പ് ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. ഉപ്പ് നോക്കട്ടെ. ഒത്തിരി കൂടി വേണം. എല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇനി ചുട്ടു നോക്കാം. നമുക്കൊരു ദോശ ചുട്ടു നോക്കാം. കുറച്ച് വെർജിൻ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചോളൂ. ഇനി ഇതിനൊരു തക്കാളി ചട്നി ഉണ്ടാക്കണം. തക്കാളി സവാള ഒന്ന് വഴറ്റിയിട്ട് അതൊക്കെ വഴറ്റി ഒരു മിക്സിയിലരച്ച് നല്ലൊരു ചട്നി ഉണ്ടാക്കണം. നമുക്ക് ചെറുപയർ ദോശയുടെ കൂടെ ഒരു നല്ല തക്കാളി ചമ്മന്തി ഉണ്ടാക്കാം. അതിന് ഈ സവാളയും തക്കാളിയും കരിവേപ്പിലയും എല്ലാം കൂടി വഴറ്റിയിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം.
വഴണ്ടി കഴിഞ്ഞിട്ട് നമുക്ക് അരച്ചെടുക്കാം. അതിന് ഉപ്പിട്ടേക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടാം. ഇത്രയും ശർക്കരയും കൂടി ചേർക്കാം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ചൂടാറിയിട്ട് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഈ ചമ്മന്തി ഒന്ന് കടുവറുക്കാം. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കാം. മുള അടുത്ത് കണ്ട് മുള ടേസ്റ്റ് നോക്കിയാൽ മുള എങ്ങനെയുണ്ടെന്ന് നോക്കൂ. ടേസ്റ്റ് നോക്കും. എങ്ങനെയുണ്ട്? നല്ലതാണ് മാം. ചമ്മന്തിയുടെ നല്ല മധുരിപ്പും പിന്നെ ദോശയുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളപ്പിച്ച പയറിൻ്റെ ടേസ്റ്റാണ് മുമ്പിലേക്ക് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് ആ ഒരു ടേസ്റ്റ് മുളയ്ക്കുന്നതിന് മുമ്പ് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അതെ കുറച്ച് പരിപ്പ്, കുറച്ച് ഉഴുന്നുപരിപ്പ്, 1 സ്പൂൺ, 2 സ്പൂണൊക്കെ ഇട്ട് കുറച്ച് റാഗി പൊടിയൊക്കെ ഇട്ട് അരച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ടേസ്റ്റായിട്ട് വരും. അപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ കുട്ടൻ കഴിക്കുകയാണ്. അപ്പോൾ കുട്ടന് ഇഷ്ടമായോ? ഇഷ്ടമായിരുന്നു. ഓക്കെ, താങ്ക് യു.